ഉയർന്ന സാക്ഷരതയും വലിയ സ്വപ്നങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം. പക്ഷേ ഇവിടെ ഭൂരിഭാഗം യുവാക്കളും ഇന്നൊരു അവസ്ഥയിലാണ്. ജീവിതത്തിന് ജസ്റ്റ് ഒരു പോസ് ഇട്ടതുപോലെ, അതായത് ജീവിതം എവിടെയോ തങ്ങി നിൽക്കുന്നത് പോലെ. പ്രത്യേകിച്ച് 20 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള യുവാക്കൾ, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരിലോ ഇങ്ങനൊരു അവസ്ഥ കണ്ടെന്ന് വരാം. ഈ അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്: വെയിറ്റ്ഹുഡ്. കാത്തിരിപ്പിന്റെ ഒരു കാലം. ജോലിക്കും സെക്യൂറായ ലൈഫിനും സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള ഒരു നീണ്ട കാത്തിരിപ്പ്. എന്താണ് ശരിക്കും വെയിറ്റ്ഹുഡ്? എന്റെ ലൈഫ് എപ്പോഴാണ് ഒന്ന് സ്റ്റാർട്ട് ആവുക? ഈ ഒരു ചോദ്യം ഇന്ന് കേരളത്തിലെ 10,000-കണക്കിന് ചെറുപ്പക്കാരുടെ ഉള്ളിലെ നിലവിളിയാണ്. നന്നായി പഠിച്ച് നല്ല സർട്ടിഫിക്കറ്റുകളുമായി ജീവിതം എപ്പോൾ തുടങ്ങും എന്ന് കാത്തിരിക്കുന്ന ഒരവസ്ഥ. സ്വന്തം കാലിൽ നിൽക്കാൻ കൊതിക്കുന്ന, ജീവിതം ആഘോഷിക്കേണ്ട ഒരു തലമുറയെ സമൂഹം ഒന്നടങ്കം ഒരു വെയിറ്റിംഗ് റൂമിൽ പിടിച്ചിരുത്തിയ ഒരുതരം ട്രാപ്പാണിത്. എന്താണ് ഈ ട്രാപ്പ് എന്ന് സിമ്പിളായി പറഞ്ഞാൽ, പഠിത്തമൊക്കെ കഴിഞ്ഞു, പക്ഷേ ഒരു ജോലി, കല്യാണം, സ്വന്തമായൊരു വീട്, അങ്ങനെ ലൈഫിലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റാതെ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥ. ഇതൊരു തരം നീണ്ടുപോയ കൗമാരമാണ്, അല്ലെങ്കിൽ മുതിർന്നവരാകാൻ പെർമിഷൻ കിട്ടാത്ത യൗവനം. യഥാർത്ഥ ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ സമൂഹം സെറ്റിലാകുക എന്ന് വിളിക്കുന്ന ആ ഘട്ടത്തിലേക്ക് ചൂടുവെക്കുന്നതിന് മുമ്പുള്ള ഒരു ഇടവേളയാണ് വെയിറ്റ്ഹുഡ്. സ്വപ്നം കണ്ടതുപോലെ സ്ഥിരമായ ഒരു ജോലി അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വൈകുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യവും സ്റ്റെബിലിറ്റിയും നീണ്ടുപോകുന്നു. പക്ഷെ ഇതൊന്നും ആരും സ്വയം ചൂസ് ചെയ്യുന്നതല്ല, മറിച്ച് സാഹചര്യങ്ങൾ അവരെ അതിലേക്ക് എത്തിക്കുന്നതാണ്. കേരളത്തിലെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ യുവാക്കളുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇവിടെ വ്യവസായ വളർച്ചയും സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളും ഇന്നും പരിമിതമാണ്. സർക്കാർ ജോലികൾ കുറവാണ്. ഉള്ള ജോലികൾക്ക് തന്നെ ലക്ഷക്കണക്കിന് പേരാണ് അതിനായി മത്സരിക്കുന്നത്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി വർഷങ്ങളോളം നീളുന്നു. നിയമനം ഉണ്ടാകുന്നില്ല. ഇവിടെ കാത്തിരിപ്പ് ഒരു ശീലമായി മാറുന്നു. ഈ അവസ്ഥ കേരളത്തിൽ എത്രത്തോളം ഭീകരമാണെന്ന് ചില കണക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ നമ്മൾ ഞെട്ടിപ്പോകും. 2023-24 ലേബർ ഫോഴ്സ് സർവേ അനുസരിച്ച് കേരളത്തിൽ ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മയുടെ നിരക്ക് വളരെ കൂടുതലാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മളാണ് ഈ അവസ്ഥയെ എത്തി നിൽക്കുന്നത് എന്ന് ഓർക്കണം. ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? നമ്മൾ എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഈ 100% സാക്ഷരത നമ്മുടെ പുതിയ തലമുറയെ ശരിക്കും എവിടെയാണ് കൊണ്ടെത്തിച്ചത്? അവരുടെ കയ്യിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു കടലാസിന്റെ പോലും വില കൊടുക്കാത്ത ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ അവസ്ഥയുടെ ഏറ്റവും വലിയ പ്രഷർ അനുഭവിക്കുന്ന പെൺകുട്ടികളാണ്. തൊഴിലില്ലായ്മയുടെ കണക്കുകളിൽ മറ്റൊരു ഷോക്കിംഗ് സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കേരളത്തിലെ പെൺകുട്ടികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 47.1%. അതായത് പഠിച്ചിറങ്ങുന്ന പകുതിയോളം പെൺകുട്ടികൾ ഒരു ജോലിയുമില്ലാതെ വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നു. അതേസമയം ആൺകുട്ടികൾക്കിടയിൽ ഇത് 19.3% മാത്രമാണ്. എത്ര വലിയ വ്യത്യാസമാണെന്ന് നോക്കൂ. പലരും അവസരങ്ങൾ തേടി ഗൾഫിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ തന്നെ ചേക്കേറുന്നു. മറ്റു ചിലർ ഇവിടെ തന്നെ തുടരുന്നു. അടുത്ത ലിസ്റ്റിലെങ്കിലും പേര് വരുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും തയ്യാറെടുക്കുന്നു. ഈ കാത്തിരിപ്പിന് ഒരു ഇമോഷണൽ സൈഡ് ഉണ്ട്. വെയിറ്റിംഗ്ഹുഡ് എന്നത് വെറും ഒരു സാമ്പത്തിക പ്രശ്നമല്ല. അതിനേക്കാൾ ഉപരി അതൊരു സോഷ്യൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ആണ്. അതിന്റെ ആഘാതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ വലുതാണ്. തുടർച്ചയായി കിട്ടുന്ന തിരസ്കരണങ്ങളും ഈ നീണ്ട കാത്തിരിപ്പും ചെറുപ്പക്കാരിൽ ഉണ്ടാക്കുന്ന മെന്റൽ പ്രഷർ ഭീകരമാണ്. ഡിപ്രഷൻ, ആൻസൈറ്റി, ആത്മവിശ്വാസക്കുറവ് എന്നിവ അവരെ കാർന്നു തിന്നുന്നു. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണോ അല്ലെങ്കിൽ കൊള്ളാത്തവളാണോ എന്ന ചിന്ത ഓരോ ദിവസവും അവരെ വേട്ടയാടുന്നു. സമൂഹത്തിലേക്ക് നോക്കിയാൽ ഈ അവസ്ഥ ഒരു തലമുറയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വൈകിപ്പിക്കുന്നത്. സ്വന്തമായി ഒരു വരുമാനമില്ലാത്തതുകൊണ്ട് കല്യാണം നീണ്ടുപോകുന്നു. ഒരു വീട് വെക്കാനോ ഒരു വണ്ടി വാങ്ങാനോ പറ്റുന്നില്ല. ഇപ്പോഴും മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ജീവിക്കേണ്ടി വരുന്നുള്ള നാണക്കേട് അവരെ തളർത്തുന്നു. ഇതിനിടെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ജോലിയൊന്നും ആയില്ലേ എന്ന ചോദ്യം ഒരുതരം ടോർച്ചറായി മാറുന്നു. ഇങ്ങനെ അടുക്കളപ്പണി ചെയ്യാനാണോ ഇത്രയും പഠിച്ചത്? അല്ലെങ്കിൽ പഠിച്ചിട്ടെന്താ ഇങ്ങനെ വേലയും കൂലി ഇല്ലാതെ നടക്കാനല്ലേ തുടങ്ങിയ കളിയാക്കലുകൾ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല. സെറ്റിൽഡായ സുഹൃത്തുക്കളുമായുള്ള താരതമ്യങ്ങൾ, പുറമെ സ്വന്തം മനസ്സിന്റെ സംഘർഷം, അതായത് എല്ലാത്തിനും ഒരു അനിശ്ചിതത്വം വരുമ്പോൾ ഇനിയും ഒന്നും നല്ലത് സംഭവിക്കില്ലേ എന്ന ഉള്ളിലെ ഭയം, അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ ഈ യുവത്വം കടന്നു പോകുന്നു. ഇതെല്ലാം മുകളിലാണ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന അവസ്ഥ. അതായത് പഠിച്ച യോഗ്യതയ്ക്ക് വളരെ താഴെയുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഡെലിവറി ബോയ് ആയി ജോലി നോക്കുമ്പോൾ, അല്ലെങ്കിൽ സുവോളജിയിൽ മാസ്റ്റേഴ്സ് എടുത്തിയാൽ ചെറിയ ശമ്പളത്തിന് ട്യൂഷൻ എടുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന അവരുടെ എനർജിയും കഴിവും മാത്രമല്ല, ഈ നാടിന്റെ ഭാവി കൂടെയാണ്. സ്വപ്നം കാണുന്ന ഒരു തെറ്റാണോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണിത്. യുവാക്കളുടെ ഈ കാത്തിരിപ്പിനെ അലസതയായോ മടിയായോ ഒക്കെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. കിട്ടുന്ന ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്ക് എന്ന് ഉപദേശിക്കുന്നവരുണ്ട്. പക്ഷേ ഈ കാത്തിരിപ്പ് മടിയല്ല, യുവാക്കളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം വളരാത്ത ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ്. എങ്ങനെയാണ് സാക്ഷര കേരളം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ചെന്നപ്പെട്ടത്? ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസവും ഇവിടുത്തെ ജോബ് മാർക്കറ്റും തമ്മിലുള്ള വലിയ കണക്ഷൻ ഇല്ലായ്മയാണ്. കേരളത്തിലെ ഭൂരിഭാഗം സ്റ്റുഡൻസും ആർട്സ് ആൻഡ് കൊമേഴ്സ് വിഷയങ്ങളാണ് ഡിഗ്രി എടുക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള തൊഴിലവസരങ്ങൾ കൂടുതലും ടെക്നോളജി സർവീസ് പോലുള്ള മേഖലകളിലാണ്. ഇത് പഠിച്ച വിഷയമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലികൾക്ക് പോകാനോ
അല്ലെങ്കിൽ സ്വന്തം കഴിവിനും വിദ്യാഭ്യാസത്തിനും ചേരാത്ത ചെറിയ ജോലികൾ ചെയ്ത് കഷ്ടപ്പെടാനോ അവരെ നിർബന്ധിതരാക്കുന്നു. രണ്ടാമത്തെ കാരണം സർക്കാർ ജോലിയോടുള്ള നമ്മുടെ ഒരുതരം അഡിക്ഷനാണ്. PSC റാങ്ക് ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടി ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങൾ മുഴുവൻ കോച്ചിങ് സെന്ററിൽ ഹോമിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ നാടാണ് നമ്മുടെ കേരളം. ഒരു സർക്കാർ ജോലി തരുന്ന ആ സോഷ്യൽ സ്റ്റാറ്റസും സെക്യൂരിറ്റിയും വേറെ ഒന്നിനും തരാൻ പറ്റില്ലെന്ന ഒരു ചിന്ത ഇവിടെ ശക്തമാണ്. പ്രൈവറ്റ് ജോലികളെ ഒരു രണ്ടാംകിട ഓപ്ഷനെ കാണുന്ന ഈ മനോഭാവം ചെറുപ്പക്കാരെ കാത്തിരിപ്പിന്റെ ജയിലിൽ തന്നെ പിടിച്ചിരുന്നു. മൂന്നാമതായി ഇൻഡസ്ട്രികളുടെയും പ്രൈവറ്റ് കമ്പനികളുടെയും കുറവാണ്. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് നമ്മൾ ശ്രദ്ധിച്ചു, പക്ഷേ വിദ്യാഭ്യാസം ഉപയോഗിക്കാനുള്ള തൊഴിലിടങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് പിന്നോട്ട് പോയി. ഹിമാചൽ പ്രദേശ്, സിക്കിം പോലുള്ള ചെറുകിട സംസ്ഥാനങ്ങൾ പോലും ടൂറിസം, കൃഷി, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയിലൂടെ അവിടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമ്പോൾ കേരളം ഇപ്പോഴും പഴയ ട്രാക്കിൽ തന്നെയാണ് ഓടുന്നത്. പക്ഷേ ഈ അവസ്ഥയ്ക്ക് മുന്നിൽ നമ്മുടെ ചെറുപ്പക്കാർ വെറുതെ തടഞ്ഞിരിക്കുകയല്ല, അവർ ഫൈറ്റ് ചെയ്യാണ്. ഒരു പെർമനന്റ് വരുമാനത്തിനെ കാത്തിരിക്കുമ്പോൾ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ചെറിയ ചെറിയ വഴികൾ കണ്ടെത്തുന്നുണ്ട്. ചിലർ ട്യൂഷൻ എടുക്കുന്നു, ചിലർ സമാധാനമുള്ള ഫ്രീലാൻസ് ജോലികളും മറ്റു ചിലർ ഓൺലൈൻ ജോലികളിലും ഏർപ്പെടുന്നു. ഗിഗ് ഇക്കണോമിയുടെ ഭാഗമായി ഫുഡ് ഡെലിവറിയും ടാക്സി സർവീസും നടത്തി അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. കൊച്ചിയെപ്പോലുള്ള നഗരങ്ങൾ പുതിയ തൊഴിൽ സാധ്യതകളുടെ ഒരു ഹബ്ബായി മാറുന്നത് നല്ലൊരു സൂചനയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അസാപ് കേരള പോലുള്ള സ്കീമുകളുടെ പുതിയ കാലത്തിന് വേണ്ട സ്കില്ലുകൾ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പഴയ ജോലികൾക്ക് പുറമെ സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നവർ, സ്റ്റാർട്ടപ്പുകൾ, സ്കിൽ ബേസ്ഡ് ജോലികൾ എന്നിവയിൽ പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. ഈ വഴികൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമ്മുടെ യൂത്ത് ശ്രമിക്കുന്നുണ്ട് എന്നത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ശരിയായ അവസരം. അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം എന്നതാണ് ഇപ്പോഴത്തെ യുവാക്കളുടെ സ്വഭാവം. ശരിയായ അവസരം തുറന്നു കിട്ടുന്നവരെ പലരും ഈ വെയിറ്റ്ഹുഡിൽ തന്നെ തുടരും എന്ന് ചുരുക്കം. വെയിറ്റ്ഹുഡ് പക്ഷേ ജീവിതത്തിലെ തോറ്റു കൊടുക്കലായല്ല, മറിച്ച് ജീവിതം ഒന്ന് തുടങ്ങിയാൽ മതി എന്ന പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ വെറും കടലാസുകളല്ല, അത് അവരുടെ വർഷങ്ങളുടെ കഠിനാധ്വാനമാണ്, അവരുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾക്ക് പറക്കാൻ ഒരു ആകാശം ഒരുക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന വികസനവും വിദ്യാഭ്യാസവും ഉണ്ടാക്കിയെടുക്കുന്നത്? ഈ ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാം. ഈ ഒരു തുറന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാം.